ഓണ പർച്ചേസിംഗ് ഒക്കെ തുടങ്ങിയോ? ഞങ്ങളത് ഓൾമോസ്റ്റ് കഴിയാനേ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്തില്ലേ. അപ്പോൾ ഞങ്ങൾ വെച്ച് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒന്ന് പെട്രോൾ അടിക്കാൻ പോകണേ. മാഹി അടുത്തായതുകൊണ്ട് മാഹിയിലേക്കാണ് നേരെ പെട്രോൾ അടിക്കുന്നത്. കണ്ടോ, വെൽക്കം ടു മാഹി ഒക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഏട്ടാ ഈ ഫസ്റ്റ് കാണുന്നല്ല, സെക്കൻഡ് കാണുന്ന ഈ പെട്രോൾ പമ്പിലാണ് പെട്രോൾ അടിക്കാൻ പോക്ക്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എപ്പോഴും അവിടെ തന്നെ ഏട്ടൻ പോക്ക്. പിന്നെ അവിടുന്ന് അങ്ങനെ പെട്രോളൊക്കെ അടിച്ച്. അപ്പോൾ ഈ പള്ളിയിൽ ഇനിയിപ്പോൾ ഉത്സവം എന്തോന്ന് തുടങ്ങാൻ പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ ഞാൻ വരുത്തുന്നുണ്ട്. പള്ളിയിൽ ഉത്സവം ഒറ്റ അങ്ങനെ എന്തോ ആണ് ഉത്സവം, ഏട്ടൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ ചന്തയും കാര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ തലശ്ശേരി ഓൾമോസ്റ്റ് എത്തി. തലശ്ശേരി എത്തി, ഓൾമോസ്റ്റ് അല്ല, തലശ്ശേരി എത്തി. അപ്പോൾ ഞങ്ങൾക്ക് പരാഗിലേക്ക് ഇനി പോകുന്നുണ്ട്. പക്ഷേ അവിടെ എത്തിയ ശേഷം എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ ഡ്രസ്സ് തുണി എടുക്കുന്ന വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ നടന്നു. അവിടെ അങ്ങനെ പാർക്കിംഗ് സ്പേസ് ഇല്ല, റോഡ് പണിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് മേലോട്ട് പോയി. മേലത്തെ ഫ്ലോറിൽ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊതുവേ മേലത്തെ ഫ്ലോറിൽ പോയിട്ടാണ് തുണിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത തുണീൻ്റെ ഡിസൈൻ താഴെ ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് അതേപോലത്തെ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് ഔട്ടൊക്കെ ആയി പോയിണ്ടാവും. അപ്പോൾ എനിക്ക് അധികം, ഞാൻ പറഞ്ഞു, എനിക്ക് അധികം വീഡിയോസോ കാര്യമോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഫുള്ളും ഏതാ തുണി എടുക്കേണ്ട ഡൗട്ടിൽ ഇങ്ങനെ നിന്ന്. പിന്നെ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏട്ടൻ പറഞ്ഞു തലശ്ശേരി വരെ വന്നതല്ലേ, നമുക്കൊന്ന് ബീച്ചിലും കൂടെ പോകാമെന്ന്. തലശ്ശേരി ബീച്ച് എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാമത്തെ വട്ടമായിട്ടാണ് തലശ്ശേരി ബീച്ച് വന്ന്. ആദ്യമൊക്കെ നമുക്കൊരു ഇതുണ്ടല്ലോ, തലശ്ശേരി ഞങ്ങളുടെ വീട് കോഴിക്കോട് ആയിക്കൊണ്ട് ഭയങ്കര ലോങ് ആയിട്ടാണ് തോന്നുന്നത് തലശ്ശേരി. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് അടുത്താണ്. ഏട്ടൻ്റെ വീട്ടിൽ വന്ന ശേഷം ഞങ്ങൾക്ക് അടുത്തായിട്ട് തോന്നും. അതേപോലെ ഈ മാഹിയും കാര്യമൊക്കെ ഞങ്ങളെ വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ, കോഴിക്കോട് വെച്ച് നോക്കുമ്പോൾ നല്ല ലോങ് ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ നേരെ നോട്ട് ചെയ്തത് ഈ ഉപ്പിലിട്ട സ്ഥലം. പിന്നെ അവിടെ കുറേ ആൾക്കൂട്ടം കണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനടുത്ത് അത് എന്തായിരിക്കും ഞാൻ ചോദിക്കുന്നത്. ഐസ്ക്രീമും ഉപ്പിലിട്ടോ ഞാൻ നേരെ നോട്ട് ചെയ്ത്. പിന്നെ ഐസ്ക്രീം അങ്ങനെ വേണ്ടേനി, പക്ഷേ ഉപ്പിലിട്ട വേണേന്. കണ്ടില്ല, മുഖമൊക്കെ പൊത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. ഒടുക്കത്തെ വെയിൽ, 6 മണിയൊക്കെ ആവാനായി. പക്ഷെ എന്നാലും ഒടുക്കത്തെ വെയിൽ, അതെന്താ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ അതെന്നെ നോക്കാം, എന്താ ആൾക്കൂട്ടം മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ പഞ്ച് പിടിക്കുന്ന മത്സരമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. പഞ്ച് പിടിക്കുന്ന അങ്ങനെ എന്തോ ആണ്. പിന്നെ കുറേ സമയം ഇങ്ങനെ കടപ്പുറൊക്കെ ഇരുന്ന് ഇവിടെയാണെന്ന് തോന്നുന്നു ഏതോ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തു. തട്ടത്തുമറിയത്താന്ന് തോന്നും. ആ പാലൊക്കെ ഏട്ടൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ വെയിലത്ത്, ഏട്ടൻ പറഞ്ഞു ഒടുക്കത്തെ വെയിൽ നമുക്ക് പോയാലോ ഒക്കെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പോകുന്ന മുമ്പ് എനിക്കൊരു ഉപ്പിലിട്ട വാങ്ങി തരുമൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഉപ്പിലിട്ട് നോക്കാൻ പോകും. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് പൈനാപ്പിൾ മതിയാണ്. അപ്പോൾ എനിക്കും പൈനാപ്പിൾ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2 പൈനാപ്പിൾ വാങ്ങി. നല്ല ടേസ്റ്റ്. എനിക്ക് പൈനാപ്പിൾ പൊതുവേ ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഉപ്പിലിട്ട് തിന്നാൻ പൂതിയായി ഗൈസ്. പിന്നെ പുതിയപ്പോൾ ഞാൻ പോയി. അപ്പം ഞാൻ ഉപ്പിലിട്ട മാങ്ങയാണോ, ആ മാങ്ങ വാങ്ങി. ഇത് ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ടതല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ മുളക് പൊടി ഉപ്പിലിട്ട് ഞാൻ മറന്നുപോയി ഗൈസ്. എന്ത് ചെയ്യാനാ, മറവി രോഗമൊക്കെ വന്നു തുടങ്ങി. ചെറിയ പ്രായത്തിൽ തന്നെ മറവി രോഗം തുടങ്ങി ഗൈസ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ? പിന്നെ ഏട്ടൻ പറഞ്ഞു ഏട്ടന് വേണ്ട, എന്നാലും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇറങ്ങിയപ്പോൾ ഇങ്ങനത്തെ കുറേ ഇങ്ങനെ പ്രിൻറ്റഡ് ടൈപ്പ് അങ്ങനെ വോൾ പ്രിൻറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റും. ഫുഡ് കഴിച്ച് ട്രഡീഷണലായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്ന പോലെ തന്നെ ഫ്രൈഡ് റൈസും ഏട്ടൻ ബിരിയാണിയാണ് വാങ്ങിയത്. എനിക്ക് ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അത് വരുന്നവരെ വെറും ഒരു പട്ടി ഷോയ്ക്ക് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ. അപ്പോൾ ഏട്ടൻ ലേശം ടേസ്റ്റ് നോക്കി. ഞങ്ങൾ 50-50. എനിക്ക് ഇതൊന്നും ഫുള്ളും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് വാങ്ങാൻ പറയും, ഇന്ത്യൻ ലേശം കഴിക്കണേ പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വേറെ എവിടെ നിർത്തുന്നില്ല വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്.